നടൻ ഷൈൻ ടോം ചാക്കോ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു. നടി വിൻസിക്കൊപ്പമായിരുന്നു മാധ്യമങ്ങളെ കണ്ടത്. വിവാദങ്ങളും വിപരീതങ്ങളും എല്ലാം വിട്ട് നേർവഴിക്കാണ് ഷൈൻ വരുന്നത്. ഷൈൻ്റെ ഒരു മാതൃക, അത് പകർത്താവുന്ന ഒരു മാതൃകയാണ് കേരളത്തിന്. തീർച്ചയായും ഷൈൻ ടോം ചാക്കോ ഇന്നലെ നടത്തിയ ആ ഒരു മാധ്യമങ്ങളെ കണ്ട ആ ഒരു രീതി എല്ലാവരിലും ഭയങ്കര ഒരു ആരാധന ഉളവാക്കുന്ന ഒന്നായിരുന്നു. കാരണം ഷൈൻ എന്തായിരുന്നു എന്ന് നമുക്കെല്ലാം അറിയാം. കാരണം അദ്ദേഹം കുറേ കാലമായി മയക്കുമരുന്നിനൊക്കെ അടിമയായിരുന്നു. അന്ന് ഈ കൊക്കൈൻ കേസിലൊക്കെ പിടിയിലായി, പിന്നെ അത് കുറ്റവിമുക്തനൊക്കെ ആക്കി. എന്നിരുന്നാലും സ്ഥിരമായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്നു എന്നുള്ള ഒരു ആരോപണങ്ങൾ ഷൈനെതിരെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വെച്ചാണ് ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചാണ് ഇത്തരത്തിൽ വിൻസി അലോഷ്യസിനോട് മോശമായി പെരുമാറി എന്നൊരു സംഭവം ഉണ്ടായത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വലിയ വിവാദങ്ങളുണ്ടായി. മാലാ പാർവതി അടക്കമൊക്കെ ഷൈനെ സപ്പോർട്ട് ചെയ്തൊക്കെ സംസാരിച്ചു. വിൻസി ഒറ്റപ്പെടുന്നൊരവസ്ഥയിലൊക്കെ എത്തിപ്പെട്ടു. അതിനുശേഷമാണ് ഈ ഷൈൻ ഇത്തരത്തിൽ പിന്നീട് കേസും മറ്റുമൊക്കെ ആയപ്പോഴാണ് ഷൈനിന് ഒരു തോന്നലുണ്ടായത്, ഈ ലഹരിയിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞു. അങ്ങനെ മാതാപിതാക്കളോടൊപ്പം ലഹരി വിമോചന കേന്ദ്രത്തിലൊക്കെ പോയി ചികിത്സയുടെ ഭാഗമായി പോകുന്ന സമയത്താണ് ഒരു ആക്സിഡൻറ്റ് പറ്റുകയും ഷൈൻ്റെ പിതാവ് ചാക്കോ മരിക്കുകയും ചെയ്തത്. അമ്മയ്ക്ക് പരിക്കേറ്റു. അതോടൊപ്പം തന്നെ ഷൈനും കൈക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. ഒരു സർജറിയൊക്കെ കഴിഞ്ഞു. പക്ഷേ ഈ പിതാവിൻ്റെ മരണം ഷൈനിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. അതിനുശേഷം ഷൈൻ നടത്തിയൊരു ഇൻ്റർവ്യൂ, ഒരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയ ഇൻ്റർവ്യൂവിൽ നമ്മളത് കണ്ടു. ഷൈൻ പറഞ്ഞത് പലപ്പോഴും ആരുടെയെങ്കിലും അച്ഛനും അമ്മയൊക്കെ മരിക്കുമ്പോൾ നമുക്കതൊരു വാർത്തകൾ മാത്രമായിരുന്നു. പക്ഷേ സ്വന്തം പിതാവ് മരിച്ചപ്പോഴാണ് അതിൻ്റെ ആഴം എത്രമാണെന്ന് വ്യക്തമായത്. അതുകൊണ്ട് താനിനി ജീവിതത്തിൽ ഒരിക്കലും ലഹരി ഉപയോഗിക്കില്ല എന്നൊരു തീരുമാനമെടുത്ു. അതിനെ തുടർന്ന് ഷൈനിന് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായത്. അതുമാത്രമല്ല, ഷൈനിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു നടനാണ്. നമുക്കറിയാം, പല ചിത്രങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രകടനം നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഷൈൻ പെട്ടെന്ന് ഈ മാറ്റം വന്നുവെങ്കിലും ഇന്നലെ നടത്തിയ ആ ഒരു സംയുക്ത വാർത്താ സമ്മേളനം എന്ന് തന്നെ പറയേണ്ടി വരും. വിൻസിയെ കൂടെ ഇരുത്തിക്കൊണ്ട് ഷൈൻ പരസ്യമായി മാപ്പ് പറഞ്ഞു. അതൊരു കേരളീയ പൊതുസമൂഹത്തിന് നൽകുന്നൊരു സന്ദേശം വളരെ വലുതാണ്. കാരണം ഒന്ന്, താൻ ലഹരിക്ക് അടിമയായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചതാണത്. നല്ല ബോധപൂർവമല്ല സംഭവിച്ചത്. പക്ഷേ ഇപ്പോൾ ലഹരിയിൽ നിന്ന് മാറി വേണമെങ്കിൽ ഇയാളൊരു സിനിമാക്കാരനാണ്, ഈഗോ വെച്ച് പുലർത്താം, അല്ലെങ്കിൽ വിൻസിയെ വിളിച്ച് നേരിട്ട് കാണണമെന്ന് പറഞ്ഞിട്ട് മാപ്പ് പറയാം. പക്ഷേ ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് അദ്ദേഹത്തിന് പറ്റിയ വീഴ്ചയും പിന്നീടുണ്ടായ മാറ്റങ്ങളും വർണ്ണിക്കുന്ന ആ ഒരു വാർത്താ സമ്മേളനം, അത് വിൻസിയൊക്കെ വളരെ വൈകാരികമായിട്ടാണ് നമ്മളത് കണ്ടത്. അപ്പോൾ അത് കണ്ടപ്പോൾ ശരിക്കും നമുക്ക് തോന്നുന്നത്, കാരണം ഇതൊരു നല്ല ഒരു തുടക്കമാണ്. കാരണം നല്ലൊരു സന്ദേശം കൂടിയാണ്. കാരണം ലഹരി ഉപയോഗിക്കുന്നവർക്കും അതൊരു പ്രചോദനമാകും, കാരണം അതിൽ നിന്ന് മാറാനായിട്ട്. അപ്പോൾ ഷൈൻ്റെ ആ ഒരു നല്ല പ്രവൃത്തി എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ ഷൈനുമായി ബന്ധപ്പെട്ട് ഇത് കണ്ട പലരും ഷൈനിൻ്റെ കോൺടാക്റ്റ് നമ്പറൊക്കെ നമ്മളോടൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു സ്കൂളിൽ നിന്ന് രാവിലെ വിളിച്ചു, അതായത് അവർക്ക് കുട്ടികൾക്കെല്ലാം ചേർന്നൊരു പരിപാടി സംഘടിപ്പിക്കണം, ഷൈനെ അത് മുഖ്യ അതിഥിയായി കൊണ്ടുവരണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിരുന്നു. നമ്മളത് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഷൈൻ നൽകിയൊരു മാതൃക വളരെ വലുതാണ്. കാരണം ഷൈൻ മയക്കുമരുന്നിനും ഒക്കെ അടിമയായിരുന്ന സമയത്ത് പോലും ഷൈൻ്റെ പല ഇൻ്റർവ്യൂകളൊക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഷൈൻ്റെ മാതാപിതാക്കളും സഹോദരനും ഒക്കെ അദ്ദേഹത്തോടൊപ്പം തന്നെ നിൽക്കുന്നു. കാരണം അദ്ദേഹം കുടുംബത്തെ നോക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ നായക വേഷത്തിൽ വരുന്നുണ്ട്, വില്ലൻ വേഷത്തിൽ വരുന്നുണ്ട്, കൊമേഡിയനായിട്ട് വരുന്നുണ്ട്, ഡാൻസ് ചെയ്യാൻ അറിയാം. ശരിക്കും പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്, തനിക്ക് സിനിമയിലേക്ക് വന്നപ്പം സിനിമയിൽ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഫഹദ് ഫാസിലിനെ കണ്ടപ്പോഴാണ് തനിക്കും അഭിനയിക്കാൻ പറ്റുമെന്ന് തോന്നി. കാരണം വലിയ സൈസൊന്നുമില്ല, മെലിഞ്ഞ ശരീരമാണ്. അപ്പോൾ അതുകൊണ്ട് ഷൈൻ വിചാരിച്ചിരിക്കുന്ന സുരേഷ് ഗോപിയെ പോലെയൊക്കെ നല്ല ഹൈറ്റും വെയ്റ്റും അത്തരത്തിലുള്ള സൈസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ അഭിനയിക്കാൻ പറ്റൂ എന്ന് വിചാരിച്ചിരുന്നിടത്ത് നിന്നാണ് ഈ ഫഹദ് ഫാസിലൊക്കെ പ്രചോദനമായതും. അപ്പോൾ അതിനുശേഷം ഷൈനിന് കഥാപാത്രങ്ങൾ, അവിടെ ഷൈൻ ഇത്രയധികം പ്രശ്നങ്ങൾ ഉള്ള സമയത്തും ഷൈനിന് കൈ നിറയെ പടങ്ങളായിരുന്നു. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഒരുപക്ഷെ മാലാ പാർവതി പറഞ്ഞത് സത്യമായിരിക്കാം. കാരണം ഇയാൾ പ്രൊഫഷണൽ പക്കയാണ്. അതുകൊണ്ടാണ് ഈ മയക്കുമരുന്നും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരു നിർമ്മാതാവ് വിളിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംവിധായകൻ അയാളെ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാളുടെ ജോലിയിൽ മികച്ചതാണെങ്കിലല്ലേ അയാളെ സെലക്ട് ചെയ്യും. ഇപ്പോൾ നമ്മളിപ്പോൾ മാധ്യമപ്രവർത്തകരാണ്, നമ്മൾ ഒരു സ്ഥാപനം വിളിക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയിൽ മികച്ചതാണെങ്കിലേ വിളിക്കൂ. നമ്മളിനി മറ്റ് ചിലപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതോ അല്ലെ അതെല്ലാം അവരുടെ പേഴ്സണൽ കാര്യമായി കണക്കാക്കിപ്പെട്ടാൽ ഈ ജോലി സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് വളരെ ഹാർഡ് വർക്ക് ചെയ്യുകയും വളരെ പ്രൊഫഷണലായിട്ട് അതിനെ സമീപിക്കുകയും ചെയ്യുന്ന ഒരു സമീപനം കൊണ്ടായിരിക്കണമല്ലോ ഷൈൻ ടോം ചാക്കോയെ ഇത്തരം സംഭവങ്ങളുള്ള സമയത്ത് പോലും അദ്ദേഹത്തിന് കൈനിറയെ പടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്, അല്ലേ?
തീർച്ചയായും ഷൈൻ്റെ കാര്യം നമ്മൾ ആദ്യം മുതൽ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു, അദ്ദേഹം വിവിധ വിവാദങ്ങളിൽ പെടുന്നു, കേസുകളിൽ പെടുന്നു, പ്രശ്നങ്ങളിൽ പെടുന്നു. പക്ഷേ അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് കുടുംബം നിൽക്കുന്നു. നമ്മളെല്ലാവരും ചോദിച്ചു, ഇതെന്ത് കുടുംബമാണ്, ലഹരി കേസിൽപ്പെട്ട ഞങ്ങൾ കേസല്ലേ, ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. പക്ഷേ ആ കുടുംബത്തിനൊരു ഉറപ്പുണ്ടായിരുന്നു, ഞങ്ങൾക്ക് ഞങ്ങളുടെ മകനെ തിരുത്തി കൊണ്ടുവരാൻ കഴിയുമെന്ന്. ആ പിതാവിൻ്റെ നിശ്ചയദാർഢ്യം അതൊന്നു മാത്രമാണ് ഷൈൻ എന്ന് പറയുന്ന പ്രതിഭയെ നമുക്ക് മലയാള സിനിമയ്ക്ക് മടക്കി തന്നത് എന്നുള്ളതാണ്. ആ അച്ഛൻ അത്രയേറെ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു ഷൈനിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഒരു മനുഷ്യൻ്റെ നമ്മുടെ ഈ ഒരു ഡയലോഗ് പറയും, സ്വധൈര്യം തിരിച്ചറിഞ്ഞ നരനെ വെല്ലാൻ നാരായണനുമാകില്ല എന്ന്. ആ പറയുന്ന സ്വധൈര്യം തിരിച്ചറിയുകയും, ധൈര്യം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധിയാണ്. ബുദ്ധിയെ നിയന്ത്രിക്കാൻ ശേഷിയുള്ളവനാണ് ധൈര്യമുള്ളവൻ, അവനാണ് ധീരൻ. അപ്പോൾ ആ ധീരത ഷൈൻ ടോമിനുണ്ട്. ആ പറയുന്ന ധീരതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും മികച്ച രീതിയിൽ അത് നമ്മൾ സാധാരണ ആൾക്കാർ പലരും ഈ പറയുന്ന ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് പരസ്യമായിട്ട് പറയാൻ പോലും തയ്യാറാവില്ല. ഇല്ലെങ്കിൽ അതിൽ നിന്ന് അത് ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ഒരു സൈഡിൽ കൂടെയൊക്കെ അങ്ങ് തിരിഞ്ഞൊക്കെ അങ്ങ് പോവുകയുള്ളൂ. പക്ഷേ ഷൈൻ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നു എന്താണ് താൻ ചെയ്തത്, താൻ ഇനി എന്ത് ചെയ്യും, താൻ എങ്ങനെയാണ് ജീവിക്കാൻ പോവുക, ഇതെല്ലാം ഷൈൻ വെളിവാക്കുന്നുണ്ട്. ഷൈൻ്റെ വമ്പൻ തിരിച്ചുവരവാണിത്. ഈ തിരിച്ചുവരവ് മലയാള സിനിമയിലെ മൊത്തത്തിൽ ഈ പറയുന്ന അടിമുടി സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു തീരുമാനമാണിത്. ഷൈൻ്റെ ഈ പറയുന്ന തീരുമാനത്തിന് മുമ്പും ശേഷവും എന്നുള്ള രീതിയിലേക്ക് മലയാള സിനിമയിൽ വലിയ മാറ്റങ്ങളുണ്ടാക്കും. ഷൈൻ അതിൻ്റെ പ്രചോദനമാകും, ഷൈൻ അതിന് നേതൃത്വം കൊടുക്കും. ഷൈൻ ഒരു പുതിയ സിനിമാ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയാണ് ഇവിടെ. അതാണ് വേറെ ആർക്കുമില്ലാത്ത ഇത് നിസ്സാര കാര്യമല്ല. അതായത് നമുക്കൊരു തെറ്റുപറ്റി അത് ഏറ്റുപറഞ്ഞ് അതിനെ തിരുത്തി സ്വയം തിരുത്തി അതിലേക്ക് ശരിയായ പാതയിലേക്ക് വരാൻ അസാമാന്യമായ ധൈര്യം വേണം, അസാമാന്യമായ കരുത്ത് വേണം, തൻ്റെ ഇടം വേണം. ഈ 3 കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഷൈൻ ടോം ചാക്കോ തിരിച്ചു വന്നിരിക്കുന്നത്. അദ്ദേഹം ഗംഭീര പ്രകടനവുമായി തിരിക്കുന്നത്. നമുക്ക് ഈ സാധാരണക്കാർക്കൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ ഒരു ധൈര്യം ഉണ്ടാവാനായിട്ട്, തൻ്റെ ഇടം ഉണ്ടാവാനായിട്ട്, കരുത്തുണ്ടാവാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ചേർന്ന ഒരു നടന്, ഒരു അതുല്യ പ്രതിഭയ്ക്ക് ഇനി ആകാശമാണ് പരിധി, ആകാശത്തോളം പരിധി, അതിനപ്പുറത്തേക്കും കടന്നു പോകാൻ കഴിയുന്ന ഒരു നടനാണ്. ഈ പറഞ്ഞതുപോലെ അസാമാന്യമായ ശേഷി, മുഖത്തിൻ്റെ ഭാവങ്ങൾ പോലും. ഭീഷ്മ എന്ന് പറയുന്ന സിനിമയിലുണ്ട്, ഒന്ന് ശ്വാസം എടുക്കുന്ന ഒരു സെക്കൻഡ് തന്നെ തൻ്റെ കഥാപാത്രത്തിൻ്റെ മുഴുവൻ സ്വഭാവത്തെയും വരച്ചു വെച്ച നടനാണ്. നിസ്സാര കാര്യമല്ലത്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന വില്ലൻ വേഷങ്ങളിലായാലും ശരി തന്നെ, ഈ പറയുന്ന ഫൈറ്റിലായാലും ശരി. ഫൈറ്റിലൊക്കെ എന്ത് ഗംഭീര പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെന്ന് അറിയാം. ഗംഭീര ഫൈറ്റാണ്. അതായത് നമ്മൾ ഈ പറയുന്ന മാർഷൽ ആർട്സൊക്കെ തികവോടെ പഠിച്ച ഒരാളുടെ കഴിവാണ് അവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഡാൻസും അത് തന്നെ, അങ്ങനെയുള്ള ഒരു അഭിനയശേഷിയുള്ള തൻ്റേതായ ഒരു മുദ്ര പതിപ്പിക്കാൻ കഴിയുള്ള നടൻ മലയാളത്തിൻ്റെ എന്നേക്കുമായുള്ള ഒരു മുതൽക്കൂട്ടായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞത്. ഇനി അങ്ങോട്ട് ഷൈനിൽ നിന്ന് വരുന്നത് അതിഗംഭീര പ്രകടനമായിരിക്കും, അതിഗംഭീര വേഷങ്ങളായിരിക്കും. അത് മലയാള സിനിമയുടെ യുവത്വത്തിൻ്റെ മാതൃകയായി മാറും. നമുക്ക് കൈയടിക്കാം, ഉറപ്പായി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.